പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്തെ മൈനോറിറ്റി കോച്ചിംഗ് സെന്ററിലെ അധ്യാപകർക്കും 7 മാസമായി ശമ്പളമില്ല. സംസ്ഥാനത്തുള്ളത് 24 കോച്ചിംഗ് സെന്ററുകളും ഇരട്ടിയിലധികം സബ് സെന്ററുകളുമാണ്. അധ്യാപകർക്ക് ഒരു ദിവസം 2500 രൂപയാണ് വേതനം. 6 മാസമായി പാർട്ട് ടൈം സ്വീപ്പർമാർക്കുള്ള ശമ്പളവും നൽകിയിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയെന്നാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ മറുപടി. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഈ അധ്യാപകരെന്ന് തോന്നുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സാമ്പത്തിക പ്രതിസന്ധിയാണോ കാരണം? അരുൺ, മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകരാണ് മറ്റൊരു തരത്തിലുള്ള ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് 24 മൈനോറിറ്റി കോച്ചിങ് സെൻ്ററുകളും ഒപ്പം അതിലേറെ ഇരട്ടിയിലേറെ സബ് സെൻ്ററുകളുമുണ്ട്. ഏറ്റവും കൂടുതൽ സെൻ്ററുകളുള്ളത് മലപ്പുറത്താണ്. 5 എണ്ണം മലപ്പുറത്തുണ്ട്. ഒപ്പം കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, ആലപ്പുഴ, എറണാകുളം പോലുള്ള ജില്ലകളിൽ 2 സെൻ്ററുകൾ വീതമാണ് ഉള്ളത്. ഇതിലെ അധ്യാപകർക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം 2500 രൂപയാണ്. ഈ സർക്കാർ നിശ്ചയിക്കുന്ന ടീം പരിശീലനം കൊടുത്ത് ഇൻ്റർവ്യൂ നടത്തിയാണ് ഇവരെ നിയമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 7 മാസമായി ഇവർക്ക് ശമ്പളം 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ഒരു 2-3 ദിവസം മുമ്പ് കുറച്ച് അധ്യാപകർക്ക് 1-2 മാസത്തെ ശമ്പളം കിട്ടിയെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതും എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടില്ല, കുറച്ച് പേർക്ക് മാത്രമാണ് കിട്ടിയത്. അധ്യാപകരുടെ കാര്യം അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന സ്വീപ്പർമാർക്ക്, ക്ലീനിങ് തൊഴിലാളികൾക്ക് അവർക്കും ഇതേ കാലയളവിൽ പൈസ കൊടുത്തിട്ടില്ല. 8000 രൂപയാണ് അവർക്കൊരു മാസം കൊടുക്കേണ്ടത്. ഇതിൽ ഏതാണ്ട് 80ഓളം അധ്യാപകരാണ് പ്രതിസന്ധിയിലായി നിൽക്കുന്നത്. ഇതിലെ ചില അധ്യാപകർ ഇവരുടെ ഓഫീസുമായി, കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, സാമ്പത്തികമായ പ്രതിസന്ധിയാണുള്ളത്, എത്രയും വേഗം തരാൻ ശ്രമിക്കുമ്പോഴും 2 മാസത്തെയോ 3 മാസത്തെയോ പെട്ടെന്ന് തരാൻ ശ്രമിക്കാം, അതിനുശേഷമുള്ളത് വീണ്ടും പെൻഡിങ്ങിലാകും എന്നതാണ് ഇവർ കൊടുക്കുന്ന ഉത്തരം. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സർക്കാർ സർവീസുകളിലൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രത്യേക പ്രോജക്റ്റാണ്. അതിലെ അധ്യാപകർക്ക് പൈസ കിട്ടാത്തതിനാൽ ഈ മിക്ക അധ്യാപകരും ജില്ലകൾ മാറിയൊക്കെ പോയി ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല കയ്യിലെന്നാണ് നമ്മളോട് സംസാരിച്ച 1-2 അധ്യാപകർ പറഞ്ഞതും. ആ അവസ്ഥയിലാണ് ചില മൈനോറിറ്റി കോച്ചിംഗ് സ്ഥാപനങ്ങളിലെ അധ്യാപകർ എന്നാണ് റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്.